ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മലയാള സീരീസ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. ആ ഒരു സീരീസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. സീരീസിൻ്റെ പേര് വരുന്നത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നീരജ് മാധവൻ, ഗൗരിജി കിഷൻ, അജു വർഗീസ് എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. വിഷ്ണു രാഘവാണ് ഈ ഒരു സീരീസിൻ്റെ കഥ എഴുതിയതും സംവിധാനം ചെയ്തിട്ടുള്ളതും. 6 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസാണ്. ഏകദേശം അരമണിക്കൂർ ആവറേജ് ഡ്യൂറേഷൻ വരുന്ന 6 എപ്പിസോഡുകൾ. ഒരു 3 മണിക്കൂറാണ് ഈ ഒരു സീരീസിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാൻ പെടാപ്പാട് വരുന്ന നമ്മുടെ നായകൻ, പ്രവാസിയായ നമ്മുടെ നായകൻ. ഇപ്പോൾ നായകൻ്റെ പ്രണയം, കുടുംബം, അതൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ്. ആ പെടാപ്പാട് പെടുന്ന ഒരു സംഭവം, അതിൽ പിന്നെ ജോലി നഷ്ടമാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ 6 എപ്പിസോഡുകളിൽ വളരെ നീറ്റായിട്ട് അവർ ഈ ഒരു ഒരു പ്ലോട്ട് നീറ്റായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടെയും ഈ 6 എപ്പിസോഡുകൾ, അരമണിക്കൂർ അടങ്ങുന്ന 6 എപ്പിസോഡുകൾ എന്നുള്ളത് ആ ഒരു എവിടെയും ബോറടിപ്പിക്കാതെ കൂടുതൽ, അതായത് എപ്പിസോഡുകളുടെ എണ്ണം കൂട്ടി നീട്ടി വലിച്ച് കൊണ്ടുപോകാതെ പറയേണ്ട കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ പണി തീർന്നോ, പണി തീരാത്ത വീടാണോ, പണി തീരാത്ത പ്രണയമാണോ എന്നൊക്കെ ആണ് ഈ സീരീസിൽ പറഞ്ഞു വെക്കുന്നത്. പെർഫോമൻസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും അവരുടെ മികച്ചത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു സീരീസ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം നീരജ് മാധവൻ സൂപ്പറായിരുന്നു, കിടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഗൗരിജി കിഷനൊക്കെ എല്ലാവരും, ഇവരുടെ നായകൻ്റെയും നായികയുടെയും അജു വർഗീസിൻ്റെയും ഒക്കെ അച്ഛനമ്മമാരുണ്ടായിരുന്നു. അവരുടെ പെർഫോമൻസും രക്ഷയിലായിരുന്നു. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവരുടെ പെർഫോമൻസുകളായിരുന്നു. അതുകൂടാതെ നമ്മുടെ അജു വർഗീസ്, എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമായിരുന്നു അജു വർഗീസിൻ്റെ കഥാപാത്രം എന്നുള്ളത്. സൂപ്പർ. ആ ഒരു കഥാപാത്രമായി ജീവിക്കാമെന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു. കിഡിലൻ ഓരോ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസിൻ്റെ ഒരു കോമഡി സീരീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് പൊട്ടിച്ചിരിക്കാനുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഈ ഒരു സീരീസ് കണ്ടപ്പോൾ എനിക്ക് ഫീലായിട്ടില്ല. ചിരിക്കാനുണ്ട്, നമുക്കൊരു പുഞ്ചിരിയോട് കൂടിയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം. ഫസ്റ്റ് മുതൽ അവസാനം വരെ ഓരോ എപ്പിസോഡായിട്ട് ഒറ്റയിരുപ്പ് തന്നെ കണ്ടു തീർക്കാമെന്നാണ്. ഏകദേശം 3 മണിക്കൂറേ ഉള്ള സീരീസ്. ഒരു സിനിമ കാണുന്ന ലാഘവത്തോടു കൂടി കാണാനുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ പൊട്ടിച്ചിരിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ കാണാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ്. ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ക്ലീഷേ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പുതുമയായിട്ടുള്ള എന്ത് സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുതുമയായിട്ടൊന്നും സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇതുപോലുള്ള സംഭവം മിഥുനത്തിലൊക്കെ നമ്മൾ ലാലേട്ടൻ്റെ സിനിമയൊക്കെ കണ്ടതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു എന്ത് വേഷനാണ് ഇപ്പോൾ പറയാം, ഒരു ലൈറ്റ് വേഷൻ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. ഈ ടെക്നിക്കൽ സൈഡുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാമറ കാഴ്ചകളും സ്ക്രിപ്റ്റും ഒക്കെ എല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിക് കൈകാര്യം ചെയ്തത്, ക്യാമറ കാഴ്ചകൾ എല്ലാം ഒരുവിധം നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസ് നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടു നോക്കുക. ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്തായാലും ഒരു 1 ടൈം വാച്ചബിൾ സംഭവം ഈ ഒരു സീരീസിലുണ്ട്. സമയം മെനക്കെടുത്തില്ല. കാരണം വെച്ചാൽ ഇതാണ് കണ്ടത്, സമയം പോയല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവില്ല. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സംഭവം ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.